അനുമോളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ നാട്ടുകാരിയാണ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അനുമോള് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ചേച്ചി ലാലേട്ടനെ വിളിച്ചായിരുന്നു, പുരസ്കാരം കിട്ടിയല്ലോ നമ്മളെ ലാലേട്ടനെ വിളിച്ചില്ല. അയ്യോ, ബാൾട്ടി കാണാൻ പോകുന്നില്ലേ? ബാൾട്ടി കാണാൻ പോണം. ഞങ്ങൾ കരുതി ചേച്ചി നമുക്കൊരു ടിക്കറ്റ് ഒക്കെ എടുത്തു തരാം. ഞാൻ വളരെ കുറച്ചേ ഉള്ളൂ. ഉള്ളത് തന്നെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയില്ല. അലർജി ഇഷ്യൂസ് കാരണം എനിക്കത് മൂവി അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്നപ്പോൾ അലർജി വന്നു, കുറച്ച് ഇഷ്യൂസ് ആയിട്ട്. ചേച്ചി ഇത്തവണ ബിഗ് ബോസ് കത്തി കയറോ? ഒരു ഐഡിയ ഇല്ലടാ, അറിവില്ല. ഞാൻ കാണലുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ഇതൊരു തെറ്റ് പറ്റിയോ ബിഗ് ബോസിന്? കണ്ടസ്റ്റന്റിനെ തെരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും? അതൊക്കെ ഇനി അതിനകത്ത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തവരായിരിക്കും നന്നായി ഗെയിം കളിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നവർ 50 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് നമുക്ക് കണ്ടെത്താൻ തോന്നുന്നുണ്ടോ അങ്ങനെ? ഒരു ഓളം സൃഷ്ടിച്ചിട്ടില്ല, നമുക്ക് ഓർക്കാൻ പറ്റിയ ഒന്നുമില്ല. ഒരു എലമെന്റ്സും നമുക്ക് കിട്ടിയിട്ടില്ലാത്ത പോലെ ഫീൽ ചെയ്തു. സൃഷ്ടിച്ച സീസൺ ആരും അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. ഓളം സൃഷ്ടിച്ച സീസൺ രണ്ടു മൂന്ന് സീസൺ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് തുടക്കം കാണുന്നുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് അച്ഛന് സുഖമില്ലാണ്ടായിട്ട് ഒന്നും കാണാൻ പറ്റാണ്ടായി. ഇല്ല, കുറച്ചായി. എന്താന്ന് എനിക്കറിയില്ല. കണ്ടത് വരെയുള്ളതിൽ ആരെയാണ് ഇഷ്ടം? അനീഷ്, നമ്മുടെ ഷാനവാസിക്ക, അവരൊക്കെ നന്നായി ചെയ്യും. അനുമോളായിട്ടൊക്കെ ചേച്ചി പേഴ്സണലി കോണ്ടാക്ട് ആണോ? ഞാൻ പുള്ളിക്കാരി ഇതുവരെ കണ്ടിട്ടുകൂടിയില്ല കേട്ടോ. സത്യം പറഞ്ഞ അനുമോളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ നാട്ടുകാരിയാണ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അനുമോള് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അറിയില്ല, എനിക്ക് നിങ്ങളൊക്കെയാണ് പറയേണ്ടത്. ഞാൻ അറിയില്ല. എല്ലാവരും നന്നായി കളിക്കട്ടെ. ഇനി ചിലപ്പോൾ വൈൽഡ് കാർഡിലൊക്കെ കയറുമായിരിക്കും അല്ലേ? കേൾക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. ആണോ? അറിയില്ല, ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി പുതിയ സിനിമയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.